നമസ്കാരം. മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരായി കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. കടന്നപ്പള്ളി സഗൗരവ പ്രതിജ്ഞയെടുത്തപ്പോൾ ഗണേഷ് കുമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും ലഭിക്കുമെന്നാണ് വിവരം. അതേസമയം സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് ലഭിക്കാൻ ഇടയില്ല. ഗണേഷിന് സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിരുന്നു. LDF-ലെ മുൻ ധാരണ പ്രകാരമാണ് 2.5 വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭാ പുനഃസംഘടന. ഏക MLA-യുള്ള പ്രധാന ഘടക കക്ഷികൾ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന LDF-ലെ ധാരണയനുസരിച്ചാണ് മന്ത്രി പദവി വെച്ചുമാറ്റം. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ് ബി പ്രതിനിധികൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനിടെ വകുപ്പുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ അറിയിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും വേദിയിലുണ്ടായിരുന്നു. എന്നാൽ ഇരുവരും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഹസ്തദാനവും ഇരുവരും ഒഴിവാക്കി. സത്യപ്രതിജ്ഞാ വേദിയിൽ ഇരുവരും അടുത്തടുത്തായാണ് ഇരുന്നത്. എന്നാൽ പരസ്പരം മുഖത്ത് പോലും നോക്കാതെ ഇരുവരും മടങ്ങിയത് അസാധാരണ കാഴ്ചയായി. ചടങ്ങ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഗവർണർ മടങ്ങി. പിന്നാലെ മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. സർക്കാർ ഗവർണർ പോര ഉടനൊന്നും അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇരുവരുടെയും വേദിയിലെ പെരുമാറ്റം. അതേസമയം കോൺഗ്രസ് ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്നും അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. നേരത്തെ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും LDF-ഉം പിന്മാറണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഗണേഷിനെതിരെ കേസുണ്ടെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ വലിയ ഗൂഢാലോചന നടന്നുവെന്ന CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണെന്നും ആ ഗൂഢാലോചനയിലെ മുഖ്യ പങ്കാളിയാണ് ഗണേശെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.